ഹായ് ചങ്ങാരീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കാണാൻ പോകുന്ന അല്ലെങ്കിൽ കാണാൻ സാധ്യതയുള്ളതിൽ നല്ല ഒരു ഭൂരിഭാഗം ആൾക്കാരും യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ടൈം തുടങ്ങുന്ന അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആയിരിക്കും, എന്തായാലും ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. നമുക്ക് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്. 4000 വാച്ച് അവർ ആണല്ലോ നമ്മുടെ ക്രൈറ്റീരിയ വരുന്നത്. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ ആണ് നമുക്ക് ക്രൈറ്റീരിയ, അതായത് മോണിറ്റൈസേഷൻ ആകാനുള്ള ക്രൈറ്റീരിയ അതാണ്. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുക, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ള ആളാണ്. സോ അങ്ങനെ സെർച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്തായാലും ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ടിപ്പ് എന്തായാലും വേസ്റ്റ് ആവില്ല. കാരണം ഈ ടിപ്പ് ഞാൻ വേറെ എവിടെയും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ ചെയ്തതിന് ശേഷം ചോദിക്കുമ്പോൾ കണ്ടിന്യൂ ചെയ്ത് പിടിച്ചോ എന്ന് പറയുന്നുണ്ട് ആൾക്കാരെ. അതായത് ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ പ്രോ ടിപ്പ് ലൈവാണ്. ലൈവ് നിങ്ങൾ തുടക്കക്കാരാണ്, ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് മസ്റ്റായിട്ടും ലൈവ് പോവുക. അതായത് നമ്മൾ വീഡിയോ, ഷോർട്സ്, ലൈവ്, പിന്നെ പോസ്റ്റ്, ഈ 4 ഓപ്ഷനാണ് നമ്മൾ വീഡിയോയും ഷോർട്സൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അതിന് ആ പ്ലസ് സൈൻ്റെ തൊട്ട് ഉള്ള ഓപ്ഷൻസ് ഇതാണ്. ഈ 4 ഓപ്ഷൻസാണ് വരിക. അതിനകത്ത് ലൈവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. മസ്റ്റായിട്ടും നിങ്ങൾ ലൈവ് പോവുക. നിങ്ങളുടെ വാച്ച് അവറിലും സബ്സ്ക്രൈബേഴ്സ് ലെവലിലും നല്ല മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത അത്ര ഹ്യൂജ് ഒരു നമ്മുടെ ഗ്രാഫ് അങ്ങനെ നല്ല ഹൈ ലെവൽ ഗ്രാഫ് പോകുന്ന അത്രയും മാറ്റം നിങ്ങളുടെ ചാനലിൽ ഉണ്ടാവും. നല്ല ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മോണിറ്റൈസേഷൻ ആകുന്നതും വരെയാണ് നമുക്ക് ലൈവ് കൊണ്ട് നല്ല ഈ വാച്ച് അവറിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് യൂസ് വരിക. അതിനുശേഷം പിന്നെ പതുക്കെ അതിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് വരുന്നതുകൊണ്ട് പിന്നെ അതിന് ശേഷം അധികം കാര്യമൊന്നുമില്ല, റീച്ച് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ചാറ്റോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സോ അങ്ങനെ കൂടുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ലൈവ് നമ്മളെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ലൈവിൽ തന്നെ നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടും, സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. അപ്പോൾ അവരും കൂടെ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. ഞാൻ ഇതുവരെ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കാര്യം ആരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്, പറഞ്ഞിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. സോ ചാനൽ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ലൈവ് പോവുക. പിന്നെ ലൈവ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കൊരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇതല്ല കേട്ടോ, പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്. നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഇരിക്കുക. മിനിമം ഒരു 1 അവർ ലൈവിന് വേണ്ടി മാറ്റി വെച്ചേക്കുക. അതായത് നമ്മൾ എല്ലാവർക്കും ഓരോ സമയം ഉണ്ടാവും. നമ്മുടെ അനലറ്റിക്സിൽ നോക്കി കഴിഞ്ഞാൽ, വൈറ്റ് സ്റ്റുഡിയോയിൽ അനലറ്റിക്സിൽ പോയിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് ഏത് സമയത്താണ് കൂടുതൽ ആൾക്കാർ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലൈവ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ്ലി നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ഞാൻ മാർച്ച് മാസം, അതായത് ഈ മാർച്ച് മാസം ഒരു മിഡൊക്കെ ആയപ്പോഴാണ് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. വിത്തിൻ 2 മന്ത്, മെയ് 19 ഞാൻ മോണിറ്റൈസേഷനായി. അപ്പോൾ എനിക്ക് തോന്നുന്നു വിത്തിൻ 2 മന്ത്, അത് കണ്ടിന്യൂസ് ആട്ടോ ഇരിക്കുന്നത്, കണ്ടിന്യൂസ്ലി ഇരിക്കുന്നുണ്ട്. ഒറ്റ ദിവസം പോലും വിടാതെ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിന് സ്റ്റാർട്ടിങ് മാർച്ച് മിഡ് തൊട്ടാണ് കണ്ടിന്യൂസ് ഇരിക്കാൻ തുടങ്ങിയത്. ഫെബ്രുവരി തൊട്ടിട്ട് ഞാൻ വീക്ക്ലി വൺസ് അങ്ങനെ ഇരിക്കുമായിരുന്നു. മാർച്ചിൽ പിള്ളേരുടെ എക്സാംസ് ഒക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയ സമയം തൊട്ട് കണ്ടിന്യൂസ്ലി ഇരിക്കും. ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 7 മണിക്കും 2 ലൈവ് ഇരിക്കും. ഓരോ മണിക്കൂർ വെച്ചിട്ട് 2 ലൈവ് ഇരുന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് 1000 വാച്ച് അവർ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 978 സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വിത്തിൻ 2 മന്ത് അല്ലെങ്കിൽ മാക്സിമം ഒരു 2.5 മന്തോടെ ഞാൻ ബാക്കിയുള്ള ആ ഒരു 4000 എന്നുള്ള ആ ക്രൈറ്റീരിയ ഞാൻ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ലൈവിലൂടെയാണ്. എനിക്ക് 100% പറയാൻ പറ്റും. നമ്മൾ വീഡിയോ ഇട്ടിട്ടോ അങ്ങനെ ഷോർട്സ് ഇട്ടിട്ടോ ഒന്നും വൈറലാവോ അങ്ങനെയൊന്നും ആയതല്ല. ഞാൻ ലൈവ് ഇട്ടിട്ടാണ് എനിക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ടോപ്പിക്കിൽ നിന്നും തെന്നി മാറിപ്പോയി. അപ്പോൾ ലൈവ് ഇരിക്കുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. നോയ്സ് ഇല്ലാതെ ഇരിക്കണം. പിന്നെ നല്ല വെളിച്ചമുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് വേണം നമ്മൾ ലൈവ് ചെയ്യാനായിട്ട്. മിനിമം ഒരു 1 അവറെങ്കിലും മിനിമം ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല പ്രസൻറ്റബിൾ ആയിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല കാഴ്ചയ്ക്കൊക്കെ നല്ല രസമായിട്ട് ഇരിക്കുക. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്.
അപ്പോൾ ആ ഭംഗി എന്താണെന്ന് നമുക്കറിയാമല്ലോ, നമുക്ക് എന്താ ഭംഗി എന്നുള്ളത് അറിയാം. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആക്റ്റീവായിട്ടിരിക്കാം. ആക്റ്റീവായിട്ടൊക്കെ നമ്മൾ നല്ല വർത്തമാനം പറയാം. എന്തായാലും കത്തും കത്തിക്കേറും. ഷുവറാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുവർ 110% ഷുവറാണ്. അപ്പോൾ ഇതൊരു എന്ന് പറഞ്ഞാൽ പ്രോ ടിപ്പാണ്. അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഈ ഡോളർ സംഭവത്തിലേക്ക് കയറി വരേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, അധികം റീച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ലൈവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഞാൻ ഈ ഇപ്പം ഞാൻ ഒരു 6 കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞായിരുന്നു. ആ 6 കാര്യങ്ങളോട് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് ഭയങ്കര മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പറഞ്ഞ എല്ലാ കാര്യവും മസ്റ്റാണ്, എന്നിരുന്നാലും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. തുടക്കത്തിലേ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഒരു മാക്സിമം ഒരു 6 മാസം കൊണ്ട് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവം അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ വീഡിയോസ് ഇടണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വേറെ ഉണ്ട്. ആദ്യം ഇതാണല്ലോ, നമ്മൾ ആദ്യത്തെ പടി കടന്നിട്ട് വേണമല്ലോ അടുത്തത് എന്താണെന്നുള്ളതിലേക്ക് പോകാനായിട്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഈ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്നുള്ള ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കടക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞ ലൈവ് സൂപ്പർ ടിപ്പാണ്. എല്ലാവരും പറ്റുന്നവരെല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, വേറെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു.